അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ രണ്ടാമത്തെ ട്രെയിലറിൽ തോർ തന്റെ ഫാദറായ ഓഡിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. So that I may fight once more, defeat one more enemy, and return home to her. അതായത് തനിക്ക് ഒരൊറ്റ ശത്രുവിനെ കൂടെ പരാജയപ്പെടുത്തേണ്ടതായിട്ടുണ്ടെന്നും അതിനുശേഷം തന്റെ മകളായ ലവിന്റെ പക്കലേക്ക് തനിക്ക് പോകണമെന്നും. ഇവിടെ തോർ മെൻഷൻ ചെയ്യുന്ന ശത്രു ഉറപ്പായിട്ടും ഡോക്ടർ ഡൂം ആയിരിക്കാം. ഇപ്പോ വരെ MCUവിൽ തോർ ഡോക്ടർ ഡൂമിനെ കണ്ടുമുട്ടിയിട്ടേയില്ല. ഒരുപക്ഷെ ഡോക്ടർ ഡൂം തന്റെ മകളായ ലവിനെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷമാകാം തോർ ഓഡിനോട് പ്രാർത്ഥിക്കുന്നത്. പിന്നെ മറ്റൊരു തിയറി എന്താണെന്ന് വെച്ചാല് അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണില് വാണ്ട മാക്സിമോഫ് തോറിനെ ഒരു വിഷൻ കാണിക്കുന്നുണ്ടല്ലോ. ആ ഒരു വിഷനില് ഡോക്ടർ ഡൂമിന്റെ ഡ്രസ്സിനോട് സമാനമായ ഡ്രസ്സ് ധരിച്ച ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഡോക്ടർ ഡൂം ആണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഈ ഒരു കാര്യം MCUവിന്റെ മുന്നേ ഉള്ള ഫേസുകളെ കണക്ട് ചെയ്യാനും ഡോക്ടർ ഡൂമിനെ MCUവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുമുള്ള ഒരു നല്ല മാർഗമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ മൂന്നാമത്തെ ട്രെയിലറിൽ സൈക്ലോപ്സ് ആർക്കെതിരെയാകാം പോരാടുന്നത്? എന്തായാലും ഒരൊറ്റ എനിമിയോട് മാത്രമാണ് സൈക്ലോപ്സ് ഇവിടെ പോരാടുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു സീനിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇൻകർഷൻസ് കാരണം എമർജ് ചെയ്തു വന്നതോ അല്ലെങ്കിൽ ഡോക്ടർ ഡൂം തന്റെ റൂൺസ് മാജിക്കിന്റെ സഹായത്തോടെ കൺട്രോൾ ചെയ്യുന്നതോ ആയ സെന്റിനൽസിനോടാണ് സൈക്ലോപ്സ് പോരാടുന്നത് എന്നതാണ്. കാരണം ഈ ഒരു സീനിൽ സൈക്ലോപ്സിന്റെ പുറകിലായിട്ട് വലിയ കാലുകളുള്ള എന്തോ ഒന്ന് എല്ലാം നശിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല സൈക്ലോപ്സ് തന്റെ വൈസർ ഊരി മാറ്റിയിട്ട് തന്റെ കണ്ണിൽ നിന്നും ഒപ്റ്റിക് ബ്ലാസ്റ്റ് പുറപ്പെടുവിക്കുന്നുണ്ടല്ലോ. തന്റെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോൾ മാത്രമേ സൈക്ലോപ്സ് തന്റെ വൈസർ ഊരി മാറ്റാറുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് സൈക്ലോപ്സ് ഇവിടെ പോരാടുന്നത് വളരെ വലിയൊരു ത്രെറ്റിനെ ആകാമെന്നാണ്. എന്തായാലും അത്തരത്തിലുള്ള വലിയൊരു ത്രെറ്റ് തന്നെയാണ് സെന്റിനൽസ്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ മൂന്നാമത്തെ ട്രെയിലറിൽ സൈക്ലോപ്സ് തന്റെ വൈസർ ഊരി മാറ്റിയിട്ട് തന്റെ ഒപ്റ്റിക് ബ്ലാസ്റ്റ് പുറപ്പെടുവിക്കുന്നുണ്ടല്ലോ. സൈക്ലോപ്സിന്റെ കണ്ണുകൾ എങ്ങനെയാണ് ഇത്രയധികം എനർജി പുറപ്പെടുവിക്കുന്നത്? പറയാം. സൈക്ലോപ്സിന്റെ കണ്ണിൽ നിന്ന് പുറപ്പെടുന്ന ഒപ്റ്റിക് ബ്ലാസ്റ്റ് ഫോട്ടോൺസ് ഒക്കെ അടങ്ങിയ ഒരു പ്യുവർ ഫോഴ്സ് ആണ്. മാത്രമല്ല ആ ഒപ്റ്റിക് ബ്ലാസ്റ്റ് പുറപ്പെട്ടു വരുന്നത് മറ്റൊരു ഡയമെൻഷനിൽ നിന്നുമാണ്. 5 ഡയമെൻഷൻ എന്നാണ് ആ ഡയമെൻഷൻ അറിയപ്പെടുന്നത്. 5 ഡയമെൻഷനിൽ നിന്ന് പുറപ്പെടുന്ന റോ എനർജിയെ നമ്മുടെ യൂണിവേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു പോർട്ടലാണ് സത്യത്തിൽ സൈക്ലോപ്സിന്റെ കണ്ണുകൾ. സൈക്ലോപ്സിന്റെ ഒപ്റ്റിക് ബ്ലാസ്റ്റിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു മെറ്റീരിയലാണ് റൂബി കോഡ്സ്. അതായത് റൂബി കോഡ്സ് എന്ന ക്രിസ്റ്റൽ ഉപയോഗിച്ചാണ് സൈക്ലോപ്സിന്റെ വൈസർ നിർമ്മിച്ചിട്ടുള്ളത്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുമായിട്ട് ബന്ധപ്പെട്ട് 4 ട്രെയിലറുകളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ആദ്യത്തെ ട്രെയിലർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്റ്റീവ് റോജേഴ്സിനെയാണ്. രണ്ടാമത്തെ ട്രെയിലർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് തോറിനെയാണ്. മൂന്നാമത്തെ ട്രെയിലർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എക്സ്മെനെയാണ്. നാലാമത്തെ ട്രെയിലർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ദ ഫാന്റാസ്റ്റിക് ഫോറിനെയും വക്കാൻഡൻസിനെയും ടെലോക്കൻസിനെയുമാണ്. ഈ 4 ട്രെയിലറുകളും ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാവും. അതായത് ഈ 4 ട്രെയിലറുകളും വെറും ട്രെയിലേഴ്സ് അല്ല എന്ന്, മറിച്ച് ഈ 4 ട്രെയിലേഴ്സും ഒരൊറ്റ കഥയാണെന്ന്. മനസ്സിലായില്ല അല്ലേ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ആദ്യത്തെ ട്രെയിലർ ജീവിതത്തിന്റെ ആരംഭത്തെ, അതായത് ബർത്ത് അഥവാ ജനനത്തെ കാണിക്കുന്നു. രണ്ടാമത്തെ ട്രെയിലർ സർവൈവലിനെയാണ് സൂചിപ്പിക്കുന്നത്. അതും ഗോഡ് ഓഫ് തണ്ടർ ആയ തോർ ഓൾഫാദർ ആയ ഓഡിനോട് ഒരു യുദ്ധത്തിൽ കൂടെ പങ്കെടുക്കാനും ഒരൊറ്റ എനിമിയെ കൂടെ ഡിഫീറ്റ് ചെയ്യാനും തന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ ട്രെയിലർ ഡെത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ ട്രെയിലറിൽ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന മാഗ്നേറ്റോയുടെ വോയിസിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രമാത്രം സർവൈവ് ചെയ്യാൻ ശ്രമിച്ചാലും ഒടുവിൽ നമ്മളെല്ലാം മരണത്തിന് കീഴടങ്ങണമെന്ന ഒരു സൂചനയാണ് മൂന്നാമത്തെ ട്രെയിലർ പറയാൻ ശ്രമിക്കുന്നത്. നാലാമത്തെ ട്രെയിലർ ആഫ്റ്റർ ലൈഫിനെയാണ് സൂചിപ്പിക്കുന്നത്. നാലാമത്തെ ട്രെയിലറിൽ ഷൂറി അഥവാ ബ്ലാക്ക് പാന്തർ ആഫ്റ്റർ ലൈഫിനെ പറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഇപ്പോൾ ഇറങ്ങിയ 4 ട്രെയിലേഴ്സും വെറും ട്രെയിലേഴ്സ് അല്ല. ആ ട്രെയിലേഴ്സ് ഒക്കെ വലിയ ക്ലൂസ് ആണ്. ആ ട്രെയിലേഴ്സ് കഥകളാണ്. ഒരു മനുഷ്യന്റെ ജനനം, അതിജീവനം, മരണം, മരണാനന്തര ജീവിതം എന്നിവയാണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ 4 ട്രെയിലേഴ്സിലൂടെ മാർവൽ സ്റ്റുഡിയോസ് കാണിക്കുവാൻ ശ്രമിക്കുന്നത്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഇൻകർഷൻസ് ഉണ്ടായിട്ട് 3 യൂണിവേഴ്സുകൾ മാത്രമേ അവശേഷിക്കത്തുള്ളൂ എന്നാണ്. എർത്ത് 616 അഥവാ മെയിൻ യൂണിവേഴ്സ്, എർത്ത് 828 അഥവാ ദ ഫാന്റാസ്റ്റിക് ഫോർ യൂണിവേഴ്സ്, എർത്ത് 10005 അതായത് 20th സെഞ്ചുറി എക്സ്മെൻ യൂണിവേഴ്സ്. ഈ പറഞ്ഞ 3 യൂണിവേഴ്സുകൾ മാത്രമേ അവസാനമായിട്ട് അവശേഷിക്കുകയുള്ളൂ. ഡോക്ടർ ഡൂം തന്റെ ഡൂം ബോട്ടുകളെയോ സെന്റിനൽസിനെയോ കൺട്രോൾ ചെയ്ത് എക്സ്മാൻഷൻ തകർക്കുകയും പല എക്സ്മെൻ മെമ്പേഴ്സിന്റെയും മരണത്തിനിടയാക്കുകയും ചെയ്യും. ഇതൊന്നുമല്ല രസം. എക്സ്മാൻഷൻ
നശിക്കാനും എക്സ്മെൻ മെമ്പേഴ്സ് ഒക്കെ മരണപ്പെടാനും കാരണം മെയിൻ MCU ടൈം ലൈനിലെ ചില വ്യക്തികളാണെന്ന് ഡോക്ടർ ഡൂം മാഗ്നീറ്റോയെയും ചാൾസ് എക്സേവിയർ അഥവാ പ്രൊഫസർ എക്സിനെയും വിശ്വസിപ്പിക്കും. ബാറ്റിൽ വേൾഡിൽ ഒരു മ്യൂട്ടന്റ് നേഷൻ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കാമെന്ന് ഡോക്ടർ ഡൂം അവർക്ക് വാഗ്ദാനം നൽകുന്നു. ഈ ഒരൊറ്റ സംഭവം അവഞ്ചേഴ്സും എക്സ്മെനും തമ്മിലുള്ള പോരാട്ടത്തിന് കാരണമാക്കും. അതെ, അവഞ്ചേഴ്സ് വേഴ്സസ് എക്സ്മെൻ എന്ന പോരാട്ടം അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.